പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജൂൺ മാസം 1 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നിനക്ക് വേണ്ടി വഴിയൊരുക്കും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴിയൊരുക്കും. പ്രിയരെ, പ്രഭാതത്തിൽ നമ്മെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്കൊരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നിനക്ക് വേണ്ടി വഴിയൊരുക്കുമെന്നുള്ള വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ഇതുവരെയും ജീവിതത്തിൽ ഒരു നന്മ കണ്ടിട്ടില്ല, ജീവിതത്തിനകത്തൊരു വാതിൽ തുറന്നിട്ടില്ല, എങ്ങും എത്തിയിട്ടില്ലെന്ന് പറയുന്ന അനേകർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ മാസം ദൈവം നിനക്ക് വേണ്ടി ചില വഴിയൊരുക്കാൻ പോവുകയാണ്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തായി ദൈവപ്രവൃത്തിയുടെ മാസമാണ്. ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല എന്നുള്ളത്
ഞാനും നിങ്ങളും കാണുവാൻ പോവുകയാണ്. വിശ്വാസത്തിൽ നമുക്കൊരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. വായിച്ചു കേട്ട വാക്യത്തിനകത്ത് ദൈവം പറയുക, ഞാൻ നിനക്ക് മുമ്പായി ഒരു ദൂതനെ അയച്ച് നിൻ്റെ വഴിയെ ഒരുക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? 91-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം പറയുന്നു, നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ വലിയ ചലനം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുവാൻ പോവുകയാണ്. എൻ്റെ കർത്താവ് ഇതുവരെയും തുറക്കാത്ത വഴികൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തുറക്കുവാൻ പോകും. കാരണം നീണ്ട നാളുകളായി ദൈവവാദപീഠത്തിൽ ദൈവവചനത്തിനകത്ത് അറിയാം, ദൈവത്തെ ആരാധിച്ച് വെയിറ്റ് ചെയ്യുന്ന നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ദൈവദൂതന്മാർ ചലിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ 103-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്ക്, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തും. കർത്താവേ, ഞങ്ങളെ ഈ വചനം കേൾപ്പിച്ചതിനായി നന്ദി പറയുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായുള്ള ദൈവത്തിൻ്റെ ദൂതന്മാർ, വചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്ന, വചനത്തിൽ വിശ്വസിക്കുന്ന ദൈവവൈതലെ നിനക്ക് വേണ്ടി ദൈവദൂതന്മാർ ചലിക്കും. ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിലുകൾ നിനക്ക് വേണ്ടി ദൈവം തുറക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20-ാമത്തെ വാക്യം പറയുന്നു, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പിൽ അയക്കും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും. അടഞ്ഞുപോയ നിങ്ങളുടെ ജോലിയുടെ മാർഗങ്ങളെ തുറക്കുവാൻ, നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തിനകത്തൊരു അത്ഭുതം ചെയ്യുവാനായിട്ട്, നിങ്ങളുടെ വീട്ടിനകത്ത് നിൽക്കുന്ന വിഷയങ്ങൾക്കൊരു മറുപടി അയക്കുവാൻ എൻ്റെ കർത്താവ് നിയമിച്ചാക്കിയിരിക്കുന്ന ദൂതന്മാരെ അയക്കാൻ പോകുന്നു. പ്രാർത്ഥിക്കുന്ന സഭയെ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച അതേ ദൂതന്മാർ ഇന്നും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിലേക്ക്, അവൻ പിന്നാലെ ചെന്നു ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്ന് അറിയാതെ താൻ ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. 10-ാമത്തെ വാക്യം, അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കൽ എത്തി. അത് അവർക്ക് സ്വതമേ തുറന്നു. അവൻ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവരെ വിട്ടുപോയി. എന്നെ ശ്രദ്ധിക്കുന്നവർ ഈ വാക്യം ജീവിതത്തിനകത്ത് ഏറ്റെടുക്കണം. ഇതുവരെയും നിനക്ക് പോകാൻ പറ്റാത്ത മേഖലയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലെ ഈ വാക്യം ഏറ്റെടുക്കണം. നിനക്ക് ചെല്ലാൻ പറ്റാത്തിടത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ ചെന്ന് വഴിയെ തുറക്കും. 1-ാമത്തെ വാതിലും 2-ാമത്തെ വാതിലും. ഇത് കേൾക്കുന്ന ചിലവരെ ഇൻ്റർവ്യൂകൾ നിങ്ങൾ പാസ്സാകാൻ പോവുകയാണ്. ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് പ്രഭാതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നമുക്ക് വിശ്വസിക്കാം പ്രിയരെ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം അയക്കുന്ന ദൂതന്മാർ വെളിപ്പെടാൻ പോകുന്നു. നമുക്ക് വിശ്വസിക്കാം, അങ്ങൊരു സീസണാണ് ഈ മാസം തുറക്കാൻ പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം അങ്ങൊരു ഒരു അത്ഭുതം ചെയ്യാൻ പോകുക. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ദൂതന്മാർ ചലിക്കുന്നല്ലോ. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾപ്പിക്കണമേ. കർത്താവ് അത് ചെയ്യുന്നതിനായി നന്ദി. കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വേഗത്തിൽ വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.